നമസ്കാരം. ഇപ്പോൾ നമ്മളുള്ളത് പനവേലിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു RSSന്റെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. സദാനന്ദപുരം അവധൂത ആശ്രമത്തിലെ സ്വാമിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചാണിപ്പോൾ MC റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുള്ള ആ ഒരു വധശ്രമം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ MC റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയോട് കൂടിയായിരുന്നു ഒരു വലിയ സംഭവം ഉണ്ടായത്. സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുള്ള വധശ്രമവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. രാമാനന്ദ ഭാരതി എന്ന സ്വാമിക്ക് നേരെ ഇന്നലെ ഉണ്ടായ ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ MC റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുള്ള ആ ഒരു വധശ്രമം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈന്ദവ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധം ഇപ്പോൾ MC റോഡ് വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയോടുകൂടി സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുണ്ടായ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ MC റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുള്ള വധശ്രമവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഇപ്പോൾ MC റോഡിലൂടെ കടന്നു പോവുകയാണ്. MC റോഡിൽ ഇപ്പോൾ RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം കടന്നു പോവുകയാണ്. ഇന്നലെയോട് കൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെയോടുകൂടി സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുണ്ടായ ആ ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ട് RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ MC റോഡിലൂടെ കടന്നു പോവുകയാണ്. പനവേലി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ സദാനന്ദപുരം ആശ്രമത്തിന് സമീപത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുണ്ടായ വധശ്രമവുമായി ബന്ധപ്പെട്ട് RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ MC റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാമാനന്ദ ഭാരതി എന്ന സ്വാമിക്ക് നേരെയുണ്ടായ ആ ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ MC റോഡിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് അധികാരികളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ആ ഒരു പ്രകടനത്തെ തടയാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പനവേലി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം അല്പസമയത്തിനകം തന്നെ സദാനന്ദപുരം അവധൂതാശ്രമത്തിന് മുൻപിലെത്തും. വലിയ ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോൾ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നത്. സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ RSSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം കടന്നു പോകുന്നത്. സദാനന്ദ സദാനന്ദപുരം ആശ്രമത്തിലെ സ്വാമിക്ക് നേരെയുണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട് RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ MC റോഡിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പനവേലി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സദാനന്ദപുരം ആശ്രമത്തിന് മുന്നിലാണ് സമാപനം. പോലീസൊക്കെ തന്നെ ഇവിടെ വലിയൊരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. സദാനന്ദപുരം അവധൂതാശ്രമത്തിന് സമീപത്ത് ഉള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സദാനന്ദപുരം ആശ്രമത്തിലെ സ്വാമിക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമവുമായി ബന്ധപ്പെട്ട് RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇപ്പോൾ പനവേലി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഇപ്പോൾ ആശ്രമത്തിന് സമീപത്താണ് സമാപനം. ബന്ധപ്പെട്ട പോലീസൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആ ഒരു വലയം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വലിയൊരു പ്രതിഷേധ പ്രകടനം തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നുമുള്ളത്. പനവേലിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഇപ്പോൾ ആശ്രമത്തിന് സമീപത്ത് സമാപിക്കും. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ പവിത്രമായൊരു
സന്യാസിയെ ക്രൂരമായി മർദ്ദിച്ച ദേശവിരുദ്ധ ഭീകരരെ. ഇന്നലെയോടുകൂടിയായിരുന്നു സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് RSന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ആശ്രമത്തിന് മുന്നിലെത്തിയിരിക്കുന്നത്. തിരിച്ചടിക്കും കട്ടായം. ജയ് ബോലോ ജയ് ബോലോ. ഹൈന്ദവധർമ്മം സംരക്ഷിക്കാൻ ഹൈന്ദവ മക്കളുണ്ടിവിടെ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ. അന്തിമയങ്ങും നേരത്ത് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഇരുട്ടിൻ മറവിൽ കയറി ചെന്ന് അന്ത്യവയോധിക സന്യാസിയെ ക്രൂരമായി മർദ്ദിച്ച ദേശവിരുദ്ധ തെമ്മാടികളെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. തന്തേലാണിയ കാണിച്ചാൽ അടിച്ചൊതുക്കം കട്ടായം. ഹൈന്ദവ മക്കൾ പറയുന്നേ അടിച്ചൊതുക്കം കട്ടായം. ഭാരത് മാതാ കി ജയ്. ജയ് ഹൈന്ദവധർമ്മോ. നമ്മുടെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മാനനീയ കൊല്ലം വിഭാഗ് സംഘാലൻ ശ്രീ ഡോക്ടർ BS പ്രദീപ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഹിന്ദു വിശ്വാസികളെ, സനാതന ധർമ്മ വിശ്വാസികളെ, കഴിഞ്ഞ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ പുണ്യപുരാതനമായ ഏകദേശം 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ സനാതനധർമ്മ കേന്ദ്രത്തിൽ ഒരു സന്യാസിയെ രാത്രിയുടെ മറവിൽ കയറി ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ നേരം വെളുത്തപ്പോൾ കേട്ടത്. സ്വാഭാവികമായും അതിപുരാതനമായ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ വലിയ രീതിയിലുള്ള പ്രബോധനം നൽകി ഹിന്ദു സമാജത്തെ ഉണർത്തുകയും അതിൻ്റെ തുടർച്ചയായി സന്യാസ പരമ്പര നിലനിൽക്കുകയും ചെയ്യുന്നൊരു പുണ്യ സങ്കേതമാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ചു കാലമായി ചില ആളുകളെങ്കിലും, ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു പാൽക്കാരനായിട്ടുള്ള ഒരാളിനെ ആക്രമിക്കുന്നൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ബ്രാഞ്ചായിട്ടുള്ള ഭാരതീപുരത്ത് അവിടെ സന്യാസിയെ ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ ഇവിടുത്തെ സന്യാസിയായ ഒരു വന്ധ്യവയോധികനെ ഇരുട്ടിൻ്റെ മറവിൽ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനത്തെത്തി അദ്ദേഹത്തെ ആക്രമിച്ചതായ ഒരു സംഭവമാണ് നമ്മൾ കേൾക്കുന്നത്. സ്വാഭാവികമായും ഈ സമയത്ത് മറ്റ് പല ശക്തികളും ഈ സംവിധാനങ്ങളുടെ മറവിൽ ആശ്രമത്തിൽ ഇടപെടാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. നമ്മളിന്ന് കണ്ടു, ഇവിടുത്തെ ദീക്ഷ സ്വീകരിച്ച അമൃതാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു സന്യാസിയോട് ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് ചോദിക്കുകയാണ്, ഗായത്രി മന്ത്രം അറിയുമോ, ലളിത സഹസ്രനാമം അറിയുമോ ഒക്കെ. ഈ മന്ത്രിമാർ ഇന്റർവ്യൂ നടത്തിയെടുക്കുന്നതല്ല ആശ്രമ സംവിധാനങ്ങൾ എന്നുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും 7 തലമുറയിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് പൂർണ്ണമായും സമാജത്തിന് വേണ്ടി, സനാതന ധർമ്മത്തിന് വേണ്ടി ജീവിക്കാം എന്ന് വിചാരിച്ചു വരുന്ന ആശ്രമ സന്യാസിമാരെ അധിക്ഷേപിക്കുന്ന ഒരു സംവിധാനം. ഈ സന്യാസിമാരെ കുറിച്ച് ഇപ്പോൾ ഇവിടെ കുറച്ചധികം സന്യാസിമാരുണ്ട്. ആ സന്യാസിമാരെ ഒക്കെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഒരു സന്യാസിയും
ഒറ്റപ്പെട്ടു പോകില്ല, ഹിന്ദു സമാജം ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകും എന്നുള്ള സന്ദേശം കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ഈ സദാനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഈ പേര് വന്നത് തന്നെ ഭാരതീപുരം എന്ന് പറഞ്ഞ ഒരു സമയത്ത് മറവഞ്ചിറ എന്ന് പറഞ്ഞു കേട്ടിരുന്ന ഭാരതീപുരത്തിന് ഭാരതീപുരം എന്ന പേര് കൊടുത്ത് സമാജത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന അധകൃതരായിട്ടുള്ള ആളുകളെ പോലും പൂജാരിമാരായി പാച്ചല്ലൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച സദാനന്ദ സ്വാമിയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആ മഹത്തായ പ്രസ്ഥാനം ഒരു കാരണവശാലും മറ്റ് ആളുകളുടെ ഈ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇനി സന്യാസിമാരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള മഹത്തായ കാര്യം കൂടി നമുക്ക് അറിയിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ഈ ആശ്രമത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു പരിശ്രമമാണ്. സ്വാഭാവികമായിട്ട് ആരും വിളിച്ചിട്ടല്ല. എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ നമുക്ക് സംശയം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്തരം ഒരു അക്രമം നടത്തിയത് ആരാണെന്ന് അവരെ കൃത്യമായി കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരു കേന്ദ്രമല്ല. ഒരാളിന് ഏറ്റവും സംരക്ഷണയോടുകൂടി ഏറ്റവും വിശ്വാസത്തോട് കഴിയാൻ പറ്റുന്ന സ്ഥലം അയാളുടെ വീടാണ്. അതുപോലെ ഒരു സന്യാസിക്ക് ഏറ്റവും വിശ്വാസത്തോടുകൂടി സ്വന്തം ജീവിതം ഈ സമാജത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്നതിന് ഏറ്റവും പറ്റിയ സ്ഥലം ആശ്രമ സങ്കേതമാണ്. ആ ആശ്രമ സങ്കേതത്തിൽ കയറി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ഇനിയൊരു കാലത്തും അങ്ങനെ ആരും ചെയ്യാതിരിക്കുന്ന തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിനുള്ള അന്വേഷണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഹിന്ദു സമാജം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെ അംഗീകരിക്കില്ല. ഈ ഹിന്ദു സമാജം ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്കറിയാം അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയതുപോലെ ഈ സദാനന്ദ ആശ്രമത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന വലിയ പ്രഭാവം സദാനന്ദ സ്വാമിയുടെയും ആത്മാനന്ദ ഭാരതി സ്വാമിയുടെയൊക്കെ സമയത്തുണ്ടായിരുന്ന വലിയ പ്രഭാവത്തിലേക്ക് ഈ ആശ്രമം തിരിച്ചു പോകാനുള്ള പ്രവർത്തനം ഹിന്ദു സമാജം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ ഹിന്ദു സംഘടനകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭ പരമ്പര ഞാൻ ഉദ്ഘാടനം ചെയ്യാണ്. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. ബോലോ ഭാരത് മാതാ കി. നമ്മുടെ ജില്ലയുടെ മാന്യ ജില്ലാ ശാസ്ത്രജ്ഞാല് ശ്രീ പി ഉണ്ണിച്ചേട്ടൻ നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും നടക്കാത്ത വളരെ മോശമായിട്ടുള്ള ഏറ്റവും നീചമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മളൊക്കെ വളരെ പവിത്രമായിട്ട് സങ്കല്പിച്ചിട്ടുള്ള വളരെ പവിത്രമായിട്ട് കരുതിയിട്ടുള്ള ആശ്രമത്തിൽ ഏതാനും അധമന്മാർ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിനോ സനാതന ധർമ്മത്തിനോ യോജിക്കാത്ത തരത്തിൽ ആത്മന്മാർ വന്ധ്യവയോധികനായ ഒരു സന്യാസിയെ ആക്രമിക്കുകയും അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് മൊത്തം ഹിന്ദു സമാജത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമാണ്. ഇതൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നമ്മൾ ഒരുമിച്ച് അഭിമുഖീകരിച്ചേ പറ്റുകയുള്ളൂ. ആശ്രമം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലുകളാണ്, കേന്ദ്രമായിട്ടുള്ളതാണ് ആശ്രമങ്ങളെല്ലാം. ആ ആശ്രമങ്ങളിൽ ഇത്തരം വെറും മോശമായ നീചമായ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ ഹിന്ദു വിശ്വാസികളും സനാതന ധർമ്മവിശ്വാസികളും അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കേണ്ടതാണ്. ആ തരത്തിലുള്ള പ്രതികരണം നമ്മളുടെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഹൈന്ദവ സഹോദരന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ ധർമ്മം ഹിന്ദു സമാജം നിരവധി തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുകയാണ്. ഏത് രാഷ്ട്രീയക്കാരനും എന്ത് അസഭ്യവും എന്ത് മോശമായ തരത്തിലും ഈ സമാജത്തെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് നേരെയാണെങ്കിൽ, മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിലെ പുരോഹിതരുടെ നേരെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണവും അധിക്ഷേപവും ഉന്നയിക്കാൻ തയ്യാറാവില്ല. നേരെ മറിച്ച് യാതൊരു സാംസ്കാരിക മൂല്യങ്ങളും ഇല്ലാത്ത, യാതൊരു ജീവിത മൂല്യങ്ങളും പുലർത്താത്ത ചില അധമന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഹൈന്ദവ സമാജം പ്രവർത്തിക്കുമെന്നോ അല്ലെങ്കിൽ ഹൈന്ദവ സമാജത്തിലെ സന്യാസിമാരും സന്യാസി ശ്രേഷ്ഠന്മാരും അവർക്ക് വിലക്കെടുക്കാനോ അതിനനുസരിച്ച് അവരുടെ അളവുകോലായി മാറാനോ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവും ഒരു സാംസ്കാരിക ഇത്തരത്തിലുള്ള ഒരു നേതാക്കളും ഈ തരത്തിൽ ഒരു സന്യാസിമാരെ അധിക്ഷേപിക്കുന്ന, സന്യാസിമാരുടെ മാനദണ്ഡം നിശ്ചയിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്താണ് അധികാരമുള്ളത്? നമുക്കറിയാം, ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ സദാചാര
ബോധത്തിനെക്കുറിച്ചും ഒക്കെ അറിയാം. യാതൊരു സദാചാര നിഷ്ഠയും ബോധവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ഗായത്രി അറിയാമോ എന്ന് പറയുന്നത്. ആ പദം ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും ഈ രാഷ്ട്രീയക്കാരനില്ല എന്നുള്ളത് ഈ നാട്ടിലെ സാമാന്യമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇത് മൊത്തം ഹൈന്ദവ സമാജത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഈ വെല്ലുവിളികളെ നമ്മൾ സുസജ്ജരായിട്ട് നേരിടാൻ നമ്മൾ ജാഗരൂകരായി നിൽക്കണം. സന്യാസിമാർ ഒറ്റയ്ക്കല്ല, ഈ സന്യാസിമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഹിന്ദു സമാജം മുഴുവനുണ്ട് എന്ന് നമുക്ക് അവരോട് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ വളരെ ജാഗരൂകരായിട്ട് ഈ പ്രശ്നത്തെ നമുക്ക് സമീപിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാ ആൾക്കാരും കുറച്ച് ഗൗരവത്തിലെടുക്കേണ്ടത്, ഈ ആശ്രമത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്തുള്ള രീതിയിൽ രാത്രിയിലെ 10 മണിയോട് കൂടിയിട്ട് കുറെ അക്രമികൾ ആശ്രമത്തിന്റെ അകത്ത് കയറിക്കൊണ്ട് ഇവിടുത്തെ ഒരു സന്യാസി ശ്രേഷ്ഠനെ അല്ലെ ശ്രീ രാമാനന്ദ സ്വാമി അവരുകളെ ആക്രമിക്കാൻ തയ്യാറാവും, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിന് ശേഷം ബാക്കിയല്ല ഒരു തിരക്കഥ കണക്ക് ഇവിടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നു. ആ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്ന ആള് ജീവിതത്തിലെ ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ്. അടികൊണ്ട് ചോര ഒലിപ്പിച്ച് നാറിയ മുഖമായിട്ട് എല്ലാ തരത്തിലുള്ള കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഫോട്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തി വന്നിട്ട് ആശ്രമത്തിൽ വന്നിട്ട് ഈ കാവ്യ പതാക കണ്ടിട്ട് പറയുകയാണ് ഇത് ഞങ്ങളെ പേടിപ്പിക്കാൻ വെച്ചിരിക്കുക, പേടിക്കത്തില്ലെന്ന്. അവന് പച്ച കണ്ടാൽ മാത്രമേ അവന് തൃപ്തി വരത്തുള്ളൂ. പച്ച കണ്ടാലേ അവനെ കെട്ടിപ്പിടിക്കാൻ തോന്നത്തുള്ളൂ. കാവ്യ കണ്ടാൽ അവനെ ഹറാമായിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള നിശ്ചയിച്ചിട്ടുള്ള എവിടെ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന, അതേ ഏത് തരത്തിലുള്ള ശക്തികളാണെങ്കിലും ശരി, സദാനന്ദപുരം ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടൊരു സന്യാസി വര്യനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു ചോദിക്കുവാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്കുണ്ട്. ഈ നാട്ടിലെ കാവ്യ പതാകയെ പേടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പച്ചയെ പുലുകുന്ന ഇത്തരത്തിലുള്ള പരമനാറി ചെറ്റകള് ഇങ്ങനെയുള്ള ആശ്രമത്തിന്റെ അകത്തേക്ക് വാസ്തവത്തിൽ കയറാനേ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വളരെ ധിക്കരവും എവിടെ കൊട്ടാരക്കര ഡിവൈഎസ്പി എന്ന് പറഞ്ഞാൽ അവന്റെ അളിയന കൊട്ടാരക്കര ഡിവൈഎസ്പി, എവിടെ കൊട്ടാരക്കര ഡിവൈഎസ്പി, അവനെയൊക്കെ അങ്ങോട്ട് മാറ്റൂ എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യയുടെ സീനം കിട്ടിയ മൂലല്ലേ ഇത്. ഇതേ സദാനന്ദപുരം അവധൂതാശ്രമമാണ്. ഈ ആശ്രമത്തിന്റെ അകത്ത് ആര് കയറേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ ആശ്രമത്തിന്റെ മഠാധിപതിയായിട്ടുള്ള ശ്രീ ചിദാനന്ദ ഭാരതി സ്വാമികളാണ്. അദ്ദേഹം പറയും ഇതിനകത്തോട്ട് ആര് കയറേണ്ടെന്ന്. അല്ലാതെ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ എംബോക്കികളല്ല ഈ ആശ്രമത്തിന്റെ അകത്തോട്ട് ആര് കയറണ്ട എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവ ധർമ്മത്തെയും ഇത്തരത്തിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെയും അപമാനിക്കുവാനും ആക്രമിക്കുവാനും ഗൂഢാലോചന നടത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഹൈന്ദവ സംഘടനകള്, ഹിന്ദു ശക്തികള് ഈ തെരുവിലിറങ്ങും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ ഈ വൈകിയ വേളയിലും അടിയുറച്ചു പറയുകയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അക്രമം നടത്തിയിട്ടുള്ള പ്രതികൾ ആര് തന്നെയാണെങ്കിലും ശരി, അവരെ അന്വേഷണം നടത്തി പിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ആശ്രമത്തിനകത്ത് കയറിയിട്ട് ഗായത്രി മന്ത്രവും സന്യാസിമാരെയൊക്കെ ആക്ഷേപിക്കുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ വരുന്ന ദിവസങ്ങളിൽ കൊട്ടാരക്കര കാണാൻ പോകുന്നതേ ഉള്ളൂ. കൊട്ടാരക്കര ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊട്ടാരക്കരയിൽ വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പ്രതികളെ പിടിക്കുന്നതുവരെയും ഹിന്ദു സംഘടനകൾ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് മാറത്തില്ല എന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രതിഷേധ പരിപാടി ഇവിടെ സമാപിക്കുന്നതായി അറിയിക്കുന്നു. സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധമാണ് RSSന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് അധികാരികളൊക്കെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. കാരണം ഒരു ആശ്രമത്തിന് മുന്നിൽ പോലീസ് കൃത്യമായ രീതിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ കൊട്ടാരക്കര CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. സദാനന്ദപുരം
അവധൂതാശ്രമത്തിലെ സ്വാമിക്ക് നേരെയായിരുന്നു അക്രമമുണ്ടായത്. അക്രമവുമായി ബന്ധപ്പെട്ട് പനവേൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച RSSന്റെ പ്രകടനം ഇപ്പോൾ അവധൂതാശ്രമത്തിന്റെ മുന്നിൽ സമാപിച്ചിരിക്കുന്നു. കൊട്ടാരക്കര CI ജയകൃഷ്ണൻ, അതുപോലെ തന്നെ SI ഗോപകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വലിയ സംഭവം തന്നെയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ ഉണ്ടായത്. പനവേൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച RSSന്റെ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ സദാനന്ദപുരം അവധൂതാശ്രമത്തിന് സമീപത്ത് സമാപിച്ചിരിക്കുന്നു. വീഡിയോ മാക്സിമം വീണ്ടും പ്രേക്ഷകരിലേക്ക്